അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. സൂറത്തുൽ ബഖറയിലെ 15-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഈ ആയത്തിലെ പല വാക്കുകളിലും ഹാ എന്ന അക്ഷരമുണ്ട്. ഹാഇനെ കൂടുതലായി വ്യക്തമാക്കേണ്ടതാണ്. കാരണം തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്നാണ് ഹാ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമാക്കിയില്ലെങ്കിൽ അവ്യക്തമായി പോകുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. രണ്ടാമതായി തുഗ്യാനിഹിം ഗൈനുണ്ട്. ഗൈന് ശരിയാവണ്ണം ഉച്ചരിക്കേണ്ടതാണ് അതിൻ്റെ മഖ്റജിൽ നിന്ന്. യഅമഹൂൻ ഐനാണ്. ഐന് സുക്കൂനുള്ള ഐനാണ്. അവിടെയും നാം ഐൻ്റെ ശബ്ദം വ്യക്തമാക്കി പാരായണം ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ ആയത്തിൽ മണിക്കേണ്ട സ്ഥലമില്ല. ചിലർ തെറ്റായ രൂപത്തിൽ മണിക്കുന്ന ഒരു ഉദാഹരണമാണ് വയമുദ്ദുഹു ഫീ. സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല. ഇദ്ഹാറാണ് നിയമം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 15-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 15-ാമത്തെ ആയത്ത് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ അല്ലാഹു ആണ്. യസ്തഹ്സിഉൻ പരിഹസിക്കുന്നു അല്ലെങ്കിൽ പരിഹസിക്കും. ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ അയച്ചുവിടുകയും ചെയ്യും. ഫി തുഗ്യാനിഹിം അവരുടെ അതിരുകവിച്ചിലിൽ അല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തിൽ. യഅമഹൂൻ അവർ അലഞ്ഞു നടക്കുമാറ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം, എന്നാൽ അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും ധിക്കാരങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കഴിഞ്ഞ ആയത്തിൽ, അതായത് സൂറത്തുൽ ബഖറയിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ കപടവിശ്വാസികൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ പരിഹസിക്കുക മാത്രമായിരുന്നു എന്ന്. അതിനുശേഷം അള്ളാഹു പറയുന്നതാണ്, എന്നാൽ അള്ളാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും ധിക്കാരങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു എന്ന്. സത്യവിശ്വാസികളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ തങ്ങളും സത്യവിശ്വാസികളാണെന്ന് അഭിനയിക്കുന്ന ഈ കപടവിശ്വാസികൾ സത്യനിഷേധികളോട് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്, നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടും മുസ്ലിമുകളെ പരിഹസിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത് എന്ന് ഈ കപടവിശ്വാസികൾ പറയും. ഇതാണ് അവരുടെ പതിവെന്ന് 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഈ പരിഹാസത്തെ അള്ളാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന താക്കീതാണ് 15-ാമത്തെ ഈ ആയത്തിലൂടെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും കളിയാക്കുക എന്നത് വിശുദ്ധ ഖുർആനിനെയും അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങളെയും പരിഹസിക്കുക എന്നത്, പ്രത്യേകിച്ചും ആളുകളെ ചിരിപ്പിക്കുവാനും വേണ്ടി അതുപോലെ തന്നെ മറ്റു പരിഹാസങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലെ ആയത്തുകളോ ഹദീസുകളോ കൊച്ചാക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അവിശ്വാസവും കാപട്യവുമാണ് എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില കപടവിശ്വാസികൾ ഈ രൂപത്തിൽ ചില പരിഹാസങ്ങളും കളിയാക്കലും നടത്തിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
ആ കപട വിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് പറയുക ഒരു യുദ്ധരംഗത്ത്. എന്താ, അവർ കുറെ സ്വഹാബികളുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ചില കപട വിശ്വാസികൾ പറയാണ്, യുദ്ധവേളയിൽ കൂടുതൽ ഭീരുക്കളും കൂടുതൽ കളവ് പറയുന്നവരും വയറിനെ കൂടുതൽ സ്നേഹിക്കുന്നവരുമായ ഈ ഖുർആൻ പാരായണക്കാരെ പോലെ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്ന്. ഇവിടെ സഹോദരങ്ങളെ, ഈ പ്രസ്താവന കപടവിശ്വാസികൾ സ്വഹാബികളുടെ കൂടെ ഇരുന്നു കൊണ്ട് അവരെ ചിരിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ പരിഹസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബക്കളെയുമാണ്. ഈ സ്വഹാബികളെ പരിഹസിക്കുമ്പോൾ ഇവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 65-ാമത്തെയും 66-ാമത്തെയും ആയത്തുകൾ ഇറക്കി. എന്താ 65-ാമത്തെ ആയത്ത്? നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു എന്ന്. ഈ കപടവിശ്വാസികൾ തമാശ പറയുന്നത് സ്വഹാബികളെ പരിഹസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അവതരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കപടവിശ്വാസികൾ പോയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയാണ്, എന്താ, ഞങ്ങൾ യാത്രാ സംഘത്തിന്റെ ക്ഷീണത്തെയും ബുദ്ധിമുട്ടുകളെയും സംബന്ധിച്ചാണ് റസൂലെ പറഞ്ഞത്, ഞങ്ങൾ വെറും തമാശ പറഞ്ഞതാണ് എന്ന്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൗബയിലെ 66-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് അവരെ പഠിപ്പിക്കുക. എന്താ ആയത്തിന്റെ സാരം? അള്ളാഹുവേയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവ് കഴിവുകളൊന്നും പറയണ്ട, വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു എന്നാണ് സൂറത്തു തൗബയിലെ 66-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിന്റെ ഏകത്വം, ഇസ്ലാമിക ശരീഅത്ത്, അതുപോലെ തന്നെ വഹ്യ്, ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും തമാശ പറഞ്ഞ് കളിക്കാൻ പാടുള്ളതല്ല എന്ന്. അത് ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടിയോ കളിപ്പിക്കുവാൻ വേണ്ടിയോ ആയിരുന്നാലും ശരി, ഇതൊന്നും നമുക്ക് തമാശ പറഞ്ഞ് കളിക്കേണ്ട മേഖലയല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആരെങ്കിലും പരിഹസിക്കുകയാണ് എങ്കിൽ, അവൻ തമാശ പറയുകയാണ് എങ്കിൽ അവൻ അവിശ്വാസിയായി തീരുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ആയത്തും ഇതിന്റെ പശ്ചാത്തലവുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, കാരണം എന്താണ്? അതിന്റെ ഗൗരവം, ആ പരിഹാസം, അത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അല്ലെങ്കിൽ അവന്റെ ഗ്രന്ഥത്തെയോ അവന്റെ ശരീഅത്തിനെയോ നിന്ദിക്കലായിക്കൊണ്ടാണ് പണ്ഡിതന്മാരത് പഠിപ്പിച്ചു തരുന്നത്. ആരെങ്കിലും അങ്ങനെ ആ രൂപത്തിൽ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ, തമാശ പറഞ്ഞ് കളിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അതിന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം സഹോദരങ്ങളെ, അത് കാപട്യമാണ്. അവൻ തൗബ ചെയ്യുകയും അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയും അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്താലല്ലാതെ അവൻ രക്ഷപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാ സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്ന അള്ളാഹു യസ്തഅ്സിഉ ബിഹിം എന്ന് പറഞ്ഞതിന്റെ, അതായത് അള്ളാഹു അവരെ പരിഹസിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഈ കപട വിശ്വാസികളുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ അള്ളാഹു അവരുടെ മേൽ നടപടിയെടുക്കുമെന്ന താക്കീതാണ്. നാളെ പരലോകത്ത് കപട വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു പരിഹാസമാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ഇമാം തബരി റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ശേഷം ഇബ്നു ജരീർ തബരി റഹിമഹുള്ള സൂറത്തുൽ ഹദീദിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് കപട വിശ്വാസികൾ നാളെ നേരിടാൻ പോകുന്ന ആപത്തിന്റെ ഗൗരവം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? കപട വിശ്വാസികളും കപട വിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇങ്ങനെ പറയുന്ന ദിവസം, നിങ്ങൾ ഞങ്ങളെ നോക്കണേ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ പകർത്തിയെടുക്കട്ടെ എന്ന്. അപ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് തന്നെ മടങ്ങിപ്പോകുക, എന്നിട്ട് പ്രകാശം അന്വേഷിച്ചു കൊള്ളുക. അപ്പോൾ അവർക്കിടയിൽ ഒരു മതിൽ കൊണ്ട് മറയുണ്ടാക്കപ്പെടുന്നതാണ്. അതിന് ഒരു വാതിലുണ്ടായിരിക്കും. അതിന്റെ ഉൾഭാഗത്താണ് കാരുണ്യമുള്ളത്, അതിന്റെ പുറംഭാഗത്താകട്ടെ ശിക്ഷയുമെന്ന്. എന്നിട്ട് സൂറത്ത് ഹദീദിലെ 14-ാമത്തെയും 15-ാമത്തെയും ബാക്കിയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും, അവരെ, ആ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആ കപടന്മാർ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ? അവർ ആ സമയം സത്യവിശ്വാസികൾ അവരോട് തിരിച്ചു പറയും, അതെ, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കുകയും മറ്റുള്ളവർക്ക് നാശം വരുന്നത് പാർത്തുകൊണ്ടിരിക്കുകയും മതത്തിൽ സംശയിക്കുകയും അള്ളാഹുവിന്റെ ആജ്ഞ വന്നെത്തുന്നത് വരെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട്
ഇന്ന് നിങ്ങളുടെ പക്കൽ നിന്നോ സത്യനിഷേധികളുടെ പക്കൽ നിന്നോ യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല, നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു എന്ന് അവരോട് പറയപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദിലെ 14-ാമത്തെയും 15-ാമത്തെയും ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇനി ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണനാണ്. അതിനാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും പരിപൂർണമായവ തന്നെയായിരിക്കുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. എന്നാൽ ഏതെങ്കിലും വിശേഷണങ്ങൾ അവ അപൂർണതയും ന്യൂനതയുമുള്ളവയാണ് എങ്കിൽ അതൊരിക്കലും അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് ഇത് അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ അത് പഠിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഗൗരവപൂർവ്വം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു പരിഹസിക്കുമെന്ന് പറയുന്നത്, പരിഹാസം എന്ന പ്രവൃത്തി അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു നിലക്ക് പരിപൂർണവും മറ്റൊരു നിലക്ക് ന്യൂനതയുണ്ടാക്കുന്ന വിശേഷണങ്ങൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുവാൻ പാടില്ലാത്തതാണ്. എന്നാൽ അവ ഒരു നിലയിലും അവനുണ്ടായിക്കൂടാ എന്ന് വരുന്നില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ അവനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി തീരുന്ന വിധം ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം. അള്ളാഹുവിന് ന്യൂനത ഉണ്ടാക്കുന്ന വിധത്തിൽ അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണങ്ങളിൽ പെട്ടതാണ് കുതന്ത്രം, ചതി, വഞ്ചന, പരിഹാസം എന്ന് പോലുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് അവക്കെതിരിലുള്ള വിശേഷണങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായ നിലക്കുണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. എങ്ങനെ? ഇവിടെ കുതന്ത്രം, ചതി, വഞ്ചന, പരിഹാസം എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവക്കെതിരിലുള്ള വിശേഷണങ്ങൾ, കുതന്ത്രത്തിനെതിരുള്ള, ചതിക്കെതിരുള്ള, വഞ്ചനത്തിന് എതിരിലുള്ള, പരിഹാസത്തിന് എതിരിലുള്ള ഇത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായ നിലക്കുണ്ട് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ പ്രയോഗിക്കപ്പെടുന്നത് അള്ളാഹുവിന് തന്റെ ശത്രുവിനെതിരിൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കൽ അസാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരിക. സഹോദരങ്ങളെ, പരിഹാസം എന്നത് പൊതുവെ ഒരു സൽഗുണമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പരിഹാസം എന്നത് ഏറ്റവും അനുയോജ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. എതിരാളിയേക്കാൾ ഉയർന്നവനാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി എതിരാളിയുടെ എല്ലാ പരിഹാസങ്ങളും നിഷ്പ്രഭമാക്കുന്ന രൂപത്തിൽ, ഈ രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അള്ളാഹുവിന്റെ പരിഹാസം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു അർ റഹ്മാനാണ്, അള്ളാഹു അർ റഹീമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു എല്ലാവരെയും പരിഹസിക്കുന്നവൻ എന്ന് നമ്മൾ പറയാൻ പാടുള്ളതല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തു പറയുന്നത് ചില സന്ദർഭങ്ങളിലേക്ക് മാത്രം യോജിച്ചതാണ്. ആ സന്ദർഭങ്ങളിൽ അത് അനിവാര്യവും അനുയോജ്യവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ വിധത്തിലുള്ള അള്ളാഹുവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും കുതന്ത്രം പ്രയോഗിക്കുന്നു. അള്ളാഹുവാണ് കുതന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവനെന്ന് സൂറത്ത് അൻഫാലിൽ 30-ാമത്തെ ആയത്തിൽ നമുക്ക് എതിരാളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് താരിഖിലെ 15-ാമത്തെയും 16-ാമത്തെയും ആയത്തിൽ തീർച്ചയായും അവർ വലിയ തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കും, ഞാനും വലിയ തന്ത്രം പ്രയോഗിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. കപടവിശ്വാസികളെ കുറിച്ച് അള്ളാഹു സൂറത്ത് നിസായിലെ 142-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കുവാൻ നോക്കുകയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെയാണ് ഈ നമ്മൾ ഇന്ന് പഠിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 15-ാമത്തെ ആയത്തിലും, എന്നാൽ അള്ളാഹു ആകട്ടെ അവരെ, ആ കപടവിശ്വാസികളെ പരിഹസിക്കുമെന്ന് പറയുന്നതും ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ
വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ ധിക്കാരങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഭാഗം. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? പണ്ഡിതന്മാർ ഈ ഭാഗം നമുക്ക് വിശദീകരിച്ചു തരുന്നത്, ഇഹലോകത്തും പരലോകത്തും അള്ളാഹു കപടവിശ്വാസികൾക്ക് നിന്ദ്യത നൽകുമെന്ന കാര്യം ഉറപ്പാണ്. തൽക്കാലത്തേക്ക് അവരുടെ ഇഷ്ടം പോലെ അവർ മതിമറന്ന് നടക്കട്ടെ എന്ന് വെച്ച് അവരെ അയച്ചുവിട്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഒരു നടപടി ഇത്തരം കപടവിശ്വാസികളുടെ നേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ പിടിയിൽ ഒതുങ്ങാതെ ദീനിനെ പരിഹസിക്കുന്ന ആരും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ ഈ പ്രസ്താവനയുടെ താല്പര്യമെന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. ഇനി നമ്മൾ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്നും നമുക്ക് ഈ രൂപത്തിലുള്ള കപടവിശ്വാസികളെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും സഹോദരങ്ങളെ. ഇത്തരം കപടവിശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന, പരിശുദ്ധ ദീനിനെ പരിഹസിക്കുന്ന സദസ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ ഓതിക്കൊണ്ട് അതിൽ നിന്ന് തമാശ പറയുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ആ ഹദീസുകളുടെ ലഫ്ളുകൾ എടുത്തുകൊണ്ട് അതിന്റെ പദങ്ങൾ എടുത്തുകൊണ്ട് നമ്മളുടെ മുമ്പിൽ തമാശ ജനിപ്പിച്ചുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകൾ, ചില സദസ്സുകൾ. അത്തരം സദസ്സുകളിൽ നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് നിസായിലെ 140-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ സാരം ഇതാണ് സഹോദരങ്ങളെ. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. കപടവിശ്വാസികളെയും അവിശ്വാസികളെയും ഒന്നിച്ച് അള്ളാഹു നരകത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയത്തെ കപടവിശ്വാസവും ഉള്ള ആളുകൾ അവരുണ്ടാക്കി വിടുന്ന ഈ രൂപത്തിലുള്ള ഫിത്തനകളെ നമ്മൾ തിരിച്ചറിയുകയും അതിന് ഗൗരവമായിട്ടുള്ള ഒരു പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെ ആ വിഷയങ്ങൾ നോക്കിക്കാണുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഷർറുകളിൽ നിന്ന് നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ.